രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം മുഗൾ ഭരണാധികാരി ഷാജഹാൻ പണികഴിപ്പിച്ച ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. നെഹ്റുവിനെയും ശാസ്ത്രിയെയും ഇന്ദിരാഗാന്ധിയെയും വി.പി. സിംഗിനെയും പോലുള്ള ചരിത്ര പുരുഷന്മാർ രാജ്യത്തെ അഭിസംബോധന ചെയ്ത വേദി. എന്നാൽ ഇവരൊന്നും നടത്തിയതുപോലുള്ള പ്രസംഗമല്ല മോദി നടത്തിയത്. പങ്കുവച്ച ആശയങ്ങൾ കലുഷിതമായ സാമൂഹ്യാവസ്ഥയെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതായിരുന്ന സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുന്നത് വ്യഥാവ്യായാമമാണ് ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞ സംഘടനയെയാണ് എപ്പോഴും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിയായവർ എന്ന് പ്രശംസിച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ജനസംഖ്യാനുപാതം തെറ്റുന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാല തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുവെന്ന വ്യാജ പ്രചാരണത്തിന്റെ തുടർച്ച. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിലാകട്ടെ രാഷ്ട്രപിതാവിനേക്കാൾ തലപ്പൊക്കത്തിൽ ഗാന്ധിവധത്തിലെ 6ാം പ്രതിയായിരുന്ന വി.ഡി. സവർക്കർ. ദുരാഷ്ട്രവാദം ആദ്യം പറഞ്ഞ സവർക്കർ, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത സവർക്കർ ഗാന്ധിയേക്കാൾ തലപ്പൊക്കത്തിൽ. ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത പോസ്റ്റർ. അങ്ങനെ സ്വാതന്ത്ര്യസമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ ഭരണാധികാരികളിൽ നിന്നും മടികൂടാതെ പ്രവഹിക്കുമ്പോൾ ഗാന്ധി നിന്ദയോ എന്നതാണ് ചോദ്യം.